തോൽവിയിലെ ജാള്യത മറയ്ക്കാനാണ് UDF നുണപ്രചരണം അഴിച്ചുവിടുന്നതെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ. ഒറ്റപ്പാലം BJP ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാജയ നാണക്കേട് മറയ്ക്കാൻ UDF നുണപ്രചാരണം നടത്തുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന്റെ ജാള്യത മറയ്ക്കാനാണ് UDF അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ പറഞ്ഞു. ഒറ്റപ്പാലത്ത് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഇന്നലെ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തും ഷൊർണൂരിലും BJPക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഭരണം പിടിക്കാൻ കഴിയും. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, BJP മാർക്സിസ്റ്റ് പാർട്ടിയുമായുള്ള നീക്കുപോക്ക്. ഇത് പറയാൻ യാതൊരു അർഹതയും കോൺഗ്രസിനില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന്റെ മുന്നേയും അതിനുശേഷവും ഇവരുടെ ഐക്യപ്പെടലുകൾ എല്ലാ മേഖലകളിലുമുണ്ട്. BJPയുടെ അംഗസംഖ്യ കൊണ്ട് തന്നെയാണ് ഈ രണ്ട് മുനിസിപ്പാലിറ്റികളിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടിയിട്ടുള്ളത്. മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഈ രണ്ട് മുനിസിപ്പാലിറ്റികളിലും ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്വാഭാവികമായും ഭരണപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പോകും. കാരണം അവരുടെ അംഗസംഖ്യയുടെ കുറവ് കാരണം. അപ്പൊ അവിടെ പിന്നീടുള്ള ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അർഹതപ്പെട്ട സീറ്റുകളാണ് കിട്ടിയിട്ടുള്ളത്, ചെയർമാൻ സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുന്നേ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഉണ്ടാക്കിയ ധാരണ തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ ജാള്യമായിട്ടുണ്ടാകും. കഴിഞ്ഞ തവണ കോൺഗ്രസ് ഈ മുനിസിപ്പാലിറ്റികളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഉണ്ടാക്കിയ ധാരണ എല്ലാവർക്കും അറിയുന്നതാണ്. അന്ന് ധാരണ പുറത്താണ് കോൺഗ്രസിന് സീറ്റ് കിട്ടിയത്, അല്ലാതെ അവർ സീറ്റിന്റെ കണക്ക് പ്രകാരമല്ല, കൗൺസിലർമാരുടെ കണക്ക് പ്രകാരമല്ല. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ആ ജാള്യത മറിക്കാൻ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ആവശ്യമില്ല. ഒറ്റപ്പാലം ഷൊർണൂർ നഗരസഭകളിൽ BJPക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദവികൾ ലഭിച്ചത് പാർട്ടിയുടെ അംഗബലം കൊണ്ട് മാത്രമാണ്. ഇതിൽ യാതൊരുവിധ അവിശുദ്ധ കൂട്ടുകെട്ടുകളുമില്ല. തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ തിരിച്ചടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് UDF ശ്രമിക്കുന്നത്. ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് അവർ കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭകളിൽ ലഭിച്ച ഭരണാധികാരം ജനനന്മയ്ക്കും വികസനത്തിനുമായി BJP വിനിയോഗിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുന്നണി രാഷ്ട്രീയത്തിലെ അടവ് നയങ്ങളല്ല, മറിച്ച് BJPയുടെ വർദ്ധിച്ചുവരുന്ന ജനസ്വാധീനമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഈ നേട്ടത്തിന് പിന്നിലെന്നും വേണുഗോപാൽ വ്യക്തമാക്കി.